കൊല്ലം മൈനാഗപ്പള്ളി പുത്തൻ ചന്തയിൽ റോഡിലേക്ക് പൊട്ടിവീണ വൈദ്യുതി കേബിളിൽ കുരുങ്ങി സ്കൂട്ടർ യാത്രക്കാരായ സഹോദരങ്ങൾക്ക് പരിക്കേറ്റു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. കണ്ണൻ നായർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കണ്ണൻ, ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. കേബിളിൽ കുരുങ്ങി വീഴുകയായിരുന്നു, അപകടമുണ്ടായിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് പല കേബിളുകളുമൊക്കെ അപകടമുണ്ടാക്കുന്ന വാർത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പോലും പലതും ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും യാതൊരു നടപടിയില്ല. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, മൈനാഗപ്പള്ളി പഞ്ചായത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ആണ് മിഥുൻ എന്ന് പറയുന്ന 13-കാരൻ ഈ പഞ്ചായത്ത് പരിധിയിൽ വൈദ്യുതി ആഘാതമേറ്റ് മരിച്ചത്. ആ പഞ്ചായത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായത്. ശാസ്താംകോട്ട കോളേജിൽ പഠിക്കുന്ന ആർച്ച, ഗൗതം എന്നീ 2 വിദ്യാർത്ഥികൾ സഹോദരങ്ങളാണ്. അവർ വീട്ടിലേക്ക് തിരികെ വരികയായിരുന്നു. ആ സമയത്ത് ഒരു വൈദ്യുതി കേബിൾ, മറ്റൊരു സമീപത്തെ കടയിലേക്ക് വൈദ്യുതി കണക്ഷൻ കൊടുത്തിരുന്ന കേബിളാണ്. ആ കേബിൾ പൊട്ടിക്കിടക്കുകയായിരുന്നു. ഈ കുട്ടികൾ ഇത് അറിഞ്ഞിരുന്നില്ല. ഈ സഹോദരിയുടെ കഴുത്തിൽ ഈ കേബിൾ കുരുങ്ങി സഹോദരി റോഡിലേക്ക് വീണു. ഉടൻ തന്നെ നിയന്ത്രണം വിട്ട് ബൈക്കും ആ സ്കൂട്ടറും വീഴുകയാണ്. ദൃശ്യങ്ങളിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ്. തുടർന്ന് ഇരുവരെയും ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. അതുകൊണ്ട് തന്നെ ആണ് വലിയൊരു അത്യാഹിതത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരുന്നത്. ഇത്തരത്തിൽ അതിന് പിന്നാലെ KCB ഉദ്യോഗസ്ഥരെത്തി ആ വൈദ്യുതി കേബിൾ പുനഃസ്ഥാപിക്കുകയൊക്കെ തന്നെ ചെയ്തു. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുക തന്നെ ചെയ്തു. പക്ഷേ അപകടം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു നടപടി KCBയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഈ വൈദ്യുതി മന്ത്രി ഇന്ന് ഈ പ്രദേശത്ത് എത്തിയിരുന്നു. ആ സമയത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. നിരന്തരം അപകടങ്ങൾ ഉണ്ടായിട്ടും KCB ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന്, അപകടത്തിൽ നിന്ന് വ്യക്തമാകുന്നത്.